ഞാൻ ചെയ്ത പാപങ്ങൾ ഒക്കെയും എൻ്റെ ദൈവം എന്നോട് ക്ഷമിക്കുമോ? അത് ചെറിയ തെറ്റുകളായിരിക്കാം, ഹെവി മിസ്റ്റേക്സ് ആയിരിക്കാം, ഒരു പക്ഷെ ഒരു മനുഷ്യനും നമ്മോട് ക്ഷമിക്കാത്ത അത്ര നിലവാരത്തിൽ വലിയ വലിയ മിസ്റ്റേക്സ് ആയിരിക്കാം. അതുമല്ല, നാം കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് എന്ന് കരുതുന്ന ചെറിയ അനുസരണക്കേടുകൾ, ചെറിയ കള്ളം പറയുക, ദൈവം പറയുമ്പോൾ അനുസരിക്കാതിരിക്കുക, ദൈവം പറയുന്ന സമയത്ത് അനുസരിക്കാതിരിക്കുക, എക്സെട്ര എക്സെട്ര. വലിയ വലിയ മിസ്റ്റേക്സ് എന്ന് പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലേ? ലോകം കേൾക്കുമ്പോൾ വാവ് ഷോ ഇത്രയും വലിയ പാവം അങ്ങനെ ചിന്തിക്കുന്ന മിസ്റ്റേക്സ് ഉണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, തൃക്കണ്ണിൽ ഒരു മനുഷ്യനും നീതിമാൻ ആകെയില്ലല്ലോ. ഒരു പക്ഷേ സാധാരണയിൽ കവിഞ്ഞ് ഇച്ചിരി വിശുദ്ധമായും നന്നായും ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നാം. എങ്കിലും ചില മിസ്റ്റേക്സ് ചില സമയത്ത്, ഫോർ എക്സാമ്പിൾ ഒരു കോഴ്സ്, ഇന്ന കോഴ്സ് എടുത്താൽ നല്ലൊരു നിലവാരത്തിൽ പോകാം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് മിസ്റ്റേക്കിനായിട്ട് മറ്റൊരു കോഴ്സ് എടുത്തോണ്ട് നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയില്ല. അഥവാ ബെറ്റർ ആയിട്ടുള്ള ചില പ്രോസ്പെക്ട്സ് നമ്മുടെ ലൈഫിൽ വരാമായിരുന്നു, അതിൻ്റെ സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവയൊക്കെ എങ്ങനെയൊക്കെയോ നീങ്ങിപ്പോയി. ദൈവം മുന്നിൽ നോക്കുമ്പോൾ എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിപ്പോയി, എവിടെയൊക്കെയോ പരാധീനതകൾ വന്നുപോയി, എവിടെയൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ കുറവ് വന്നു പോയിട്ടുണ്ട്, എവിടെയൊക്കെയോ പറഞ്ഞ വാക്കുകളിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, എവിടെയൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴൊക്കെയോ കറക്റ്റ് ടൈമിൽ നാം ചെയ്യാത്തത് നിമിത്തം, ആ ഒരു കോഴ്സ് എടുക്കാത്തത് കൊണ്ട്, പഠിക്കുവാൻ ആ ഒരു കോഴ്സ് എടുക്കാത്തത് കൊണ്ട്, അഥവാ ഇന്ന ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യാത്തത് കൊണ്ട്, അഥവാ ലൈഫിൽ ജീവിതത്തിൽ എവിടെയൊക്കെ എവിടെ മേജറും മൈനറും നാം വേർതിരിക്കുന്ന പോലെ അല്ല ദൈവം നമ്മുടെ ലൈഫിൽ കാണുന്നതെങ്കിലും എവിടെയൊക്കെയോ നമ്മുടെ ലൈഫിൽ പല മിസ്റ്റേക്സ് ദൈവം നോക്കുമ്പോൾ കുറേ തെറ്റുകൾ, ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്, അയ്യോ ദൈവമേ തെറ്റിപ്പോയല്ലോ. ഒരു വലിയ മനുഷ്യനെ കുറിച്ച് എനിക്കറിയാം, നീതിമാൻ എന്ന പേര് കേട്ട ഒരു വ്യക്തി. പക്ഷെ അദ്ദേഹം പിന്നത്തേതിൽ അയ്യോ എൻ്റെ ലൈഫിൽ എൻ്റെ മക്കളൊന്നും നന്നായില്ലല്ലോ, അനുഗ്രഹിക്കപ്പെട്ടില്ല, ഒരു വലിയ മനുഷ്യൻ, കുറച്ച് പ്രായമുള്ള ഒരു വ്യക്തി. അപ്പോൾ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മുടെ ലൈഫിൽ ഒത്തിരി മിസ്റ്റേക്സ് വന്നു പോയിട്ടുണ്ടാകും. നാം ചിന്തിക്കും, ദൈവം ഇതൊക്കെ ക്ഷമിക്കോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരണ്ടായിരുന്നല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വഴക്ക് പറയണ്ടായിരുന്നല്ലോ. ദൈവം വചനം നമ്മെ അറിയിക്കുന്നു, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്ന വഴിയിലെ പോയിക്കോളും, നിങ്ങൾ പറയുന്ന ശബ്ദം കേൾക്കും. അത് ദൈവശബ്ദം, മാൻപേടകൾ പ്രസവിക്ക് മറക്കുന്ന ദൈവശബ്ദം, മനങ്ങളെ തോൽക്കുന്ന ദൈവശബ്ദം. ഡോണ്ട് ഗിവ് യു റെസിഗ്നേഷൻ ഇൻ ആങ്കർ എന്ന് വചനം പറയുന്നു. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് റെസിഗ്നേഷൻ ചെയ്തു, അയ്യോ അത് വേണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയോട് നമ്മൾ പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ ഷൗട്ട് ചെയ്തു. ആരായിരിക്കാം, വീട്ടിലുള്ളവരായിരിക്കാം, പുറത്തുള്ളവരായിരിക്കാം, ജോലി സ്പോട്ടിലുള്ളവരായിരിക്കാം, അത് നമ്മളുമായി ഇടപെട്ടിൽ ആദ്യമായിട്ടോ പല കാലങ്ങളിലും ഇടപെടുന്നവരായിരിക്കാം, എക്സെട്ര എക്സെട്ര. എവിടെയൊക്കെയോ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഓർക്കും, അയ്യോ അന്ന് അങ്ങനെ ചെയ്യേണ്ടായിരുന്നല്ലോ, അന്നൊരു വിഷമിപ്പിക്കേണ്ടായിരുന്നു, അന്ന് ഞാൻ ഈ ഒരു തീരുമാനം എടുക്കണ്ടായിരുന്നല്ലോ, എവിടെയൊക്കെ തെറ്റ് പറ്റി, അതൊക്കെ ദൈവമേ അങ്ങ് ക്ഷമിക്കോ, ഇനി എനിക്കതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിഷമിക്കുന്നവരോട് കർത്താവ് പറയുന്നു, അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ക്ഷമിക്കപ്പെടാത്ത ഒരു പാപല, കുരിശിൽ വെച്ച 2 കള്ളന്മാർ ജീസസിന്റെ വലത്തും ഇടത്തും ഓരോരുത്തരായി ക്രൂശിക്കപ്പെടുമ്പോൾ അതിൽ ഒരു വ്യക്തിയോട് ജീസസ് പറയുന്നു, ഇന്ന് നീ എന്നോട് കൂടെ പർദീസിലിരിക്കും. അപ്പോൾ ദൈവമാ തീരുമാനിക്കുന്ന പാപം ക്ഷമിക്കപ്പെടണോ വേണ്ടായോ എന്ന്. അപ്പോൾ ദൈവത്തോട് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇനിയുള്ള കാലം നന്നായി ജീവിക്കണം ആഗ്രഹിച്ച് വാസ്തവമായും റിപ്പന്റ്, ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു, നിന്റെ പാപം ഞാൻ എന്നെ ഓർക്കുകയുമില്ല, അതിനെ സമുദ്രത്തിന് ആഴത്തെ താഴ്ത്തിക്കളയും, ഞാൻ ഓർക്കുകയുമില്ല. അപ്പോൾ നമ്മളാണെങ്കിൽ പലപ്പോഴും മറ്റുള്ളവർ മിസ്റ്റേക്ക് സംബന്ധിച്ച് ചിലപ്പോൾ നമ്മൾ പലപ്പോഴും ക്ഷമിക്കാറില്ല മനുഷ്യൻ, ചിലപ്പോൾ ക്ഷമിച്ചാൽ, ചിലപ്പോൾ ചിലർക്ക് ക്ഷമിക്കുന്നവരായിരിക്കാം, നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കാം, എന്നാൽ നാമും ക്ഷമിക്കുന്നവരായിരിക്കാം. എന്നാൽ പലപ്പോഴും മറക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ ഒരു സാഹചര്യം വരുമ്പോഴെങ്കിലും ചിലപ്പോൾ നമ്മൾ ഓർത്തു പോകും. പക്ഷേ യേശു കർത്താവിനെ കുറിച്ച് എന്താ തിരുവചനം നമ്മെ അറിയിക്കുന്നത്, എൻ്റെ പാപങ്ങളെ ഞാനിനി ഓർക്കുന്നില്ല. അപ്പൊ ദൈവം നമ്മെ ഫ്രഷ് ഒരു വ്യക്തിയായ പിന്നെ കൺസിഡർ ചെയ്യുന്നത്.
മിസ്റ്റേക്സ് ഉള്ള ഒരു വ്യക്തി, മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്ത ഒരു വ്യക്തിയായി അല്ല ദൈവം നമ്മെ കാണുന്നത്. യേശു കർത്താവ് നമ്മെ കാണുന്നത്, നമ്മുടെ സ്നേഹിതനായ, നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് whom you can ever have in this world. ലോകത്തിൽ നമുക്ക് ഏറ്റവും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ജീസസ്, the name above all names. He cares for you, he loves you, he'll heal your bruised heart, he'll forgive your sins. If only you ask forgiveness to Jesus, he sure to forgive your sins. Yes. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞു മറിയതൊക്കെ ഒത്തിരി മിസ്റ്റേക്സ് പല കാലഘട്ടങ്ങൾ വന്നു വിടാം. ഞങ്ങൾ മനുഷ്യരായിഷ്ടപ്പം ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം പല സാഹചര്യങ്ങളിലും. No man is perfect in the eyes of the beholder. കാണുന്ന യേശു കർത്താവിന് മുന്നിൽ ഒരു മനുഷ്യനും നീതിമാനാകയില്ലല്ലോ. ഞങ്ങളും ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് വിശുദ്ധനായ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുമ്പോൾ ഞങ്ങളും യേശുപ്പ എത്ര എന്തെല്ലാം എവിടെല്ലാം മിസ്റ്റേക്സ് ഒക്കെ ഞങ്ങളെ പോകുന്നത്, അതൊക്കെ അങ്ങയോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. തിരുത്താത്ത നിങ്ങൾ ഒരിക്കൽ കൂടി കഴുകി ശുദ്ധീകരണം മാത്രമല്ല യേശുപ്പ, ഒരു ബ്ലെമിഷ്ലെസ് ലൈഫിനെ ലീഡ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. അതും പോലെ യേശുപ്പ മിസ്റ്റേക്സ് ഓർത്തോർത്ത് റിഗ്രറ്റ് ചെയ്ത് സങ്കടത്തിൽ ജീവിക്കാതെ അതിൽ നിന്നൊന്ന് പുറത്തു വരാൻ, അതിൻ്റെ കറയിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ, അതിൻ്റെ ഓർമ്മകളാൽ കെട്ടപ്പെട്ടൊരു കെട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വന്നു അതൊക്കെ ഞങ്ങളോട് തന്നെ ഒന്ന് ക്ഷമിച്ച് സന്തോഷിച്ച് ജീസസിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരെ മുഖം ലജ്ജിച്ചു പോയതും എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ വിടുവിച്ചിരിക്കുന്നു. യേശപ്പ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ക്ഷമിക്കാനുള്ള ഗ്രേസ് തരണം യേശപ്പ. ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ള കൃപ തന്നെ യേശപ്പ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ യേശപ്പ. ഞങ്ങൾ എത്ര മറ്റുള്ളവരോട് ക്ഷമിക്കാം അത്രയും മാത്രമേ യേശപ്പ ഞങ്ങൾ ക്ഷമയ്ക്ക് ദൈവസന്നിധിയിൽ അർഹരായിട്ടുള്ള യേശപ്പ. അതിനാൽ ഞങ്ങൾക്ക് എപ്പോഴും എല്ലാവരോടും ക്ഷമിക്കാം. ഞങ്ങൾ ഒത്തിരി നന്നായി ജീവിക്കുമ്പോഴും ചിലപ്പോൾ പലർ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാലങ്ങളിൽ ഞങ്ങൾ ഹേർട്ട് ചെയ്തിട്ടുള്ള ചിലരൊക്കെ ഉണ്ടല്ലോ യേശപ്പ. അവരൊക്കെ നിങ്ങൾ ഓർക്കുന്ന യേശപ്പ, അവരോടൊക്കെ മനഃപൂർവ്വം ഞങ്ങൾ ക്ഷമിക്കുന്നു. അവർക്കൊക്കെ ക്ഷമ കൊടുക്കുക യേശപ്പ. പോട്ടെ സാരില്ല, വിട്ടുകള സഹോദര, വിട്ടുകള പോട്ടെ, അവരും ജീവിക്കട്ടെ, അവർ നന്നായിരിക്കട്ടെ. ആരും കഷ്ടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കല്ലേ, ആരും കഷ്ടതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കല്ലേ, എല്ലാവരും കഷ്ടത്തിന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആരും കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കല്ലേ മനസ്സുകൊണ്ട്. എല്ലാവരും നന്നായിരുന്നല്ലോ ലോകം എന്ത് സന്തോഷമല്ലേ. നമ്മുടെ ചുറ്റിലും കുറേ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്, എന്ത് വേദനയല്ലേ. അതിന് പകരമായി എല്ലാവരും നന്നായിരിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, എല്ലാവരും ലൈഫ് blissful and awesome, happy and rejoicing ആകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം യേശപ്പ. യേശപ്പ നിങ്ങളുടെ ചുറ്റുള്ള സമൂഹത്തെ ഒരു വാക്കുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാവരും യേശു നിങ്ങൾ അനുഗ്രഹിച്ചപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, കിത്ത് ആൻഡ് കിൻ, നിങ്ങളുടെ നെയ്ബർഹുഡ്, നിങ്ങൾ അറിയുന്ന ജീവിത മേഖലകളുള്ള എല്ലാം, നിങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിനെ കേൾക്കുന്ന ഓരോ മക്കളെയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും സമാധാനത്തിൽ നിറയ്ക്കുകയും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കുറ്റങ്ങളും തെറ്റുകളും ഞങ്ങളോട് ക്ഷമിച്ച് സന്തോഷത്തോടെ ജീസസിന്റെ മുഖത്തേക്ക് നോക്കി, ജീസസ് ഞങ്ങളുടെ മുഖത്തേക്ക് പുഞ്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഹാപ്പി ആവില്ല യേശുപ്പ. യേശുവിനാമത്തിൽ be happy dear child of God. Look to the Lamb of God. He's smiling. He's loving you. യേശു കർത്താവ് സ്മൈൽ ചെയ്ത സ്നേഹത്തോട് തന്നെ നമ്മുടെ മുഖത്ത് നോക്കുന്നല്ലോ. അത് കണ്ട് സന്തോഷിക്കാം. God bless you. എന്നിലുള്ള തെറ്റുകളൊക്കെ നമ്മളോട് തന്നെ നമുക്ക് ക്ഷമിക്കാം, മറക്കാം, മുന്നിലേക്ക് പോകാം, സന്തോഷത്തോടെ മുന്നിലേക്കാം. God bless you.